വിശ്വാസം പതറിടുമ്പോൾ ആശ്വാസം പകർന്നിടുന്ന യേശുവിനെ വിളിച്ചിടുന്നേ. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശ്വാസ തീഷ്ണതയുള്ള പൂർവ്വപിതാക്കന്മാരെക്കുറിച്ച് നമ്മൾ കേട്ട്, തുടർന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസം മൂലം അവർക്കുണ്ടായ അനുഭവങ്ങളും സംഭവങ്ങളുമാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 29, 30 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് വായിക്കാം. വിശ്വാസത്താൽ ഇസ്രായേൽ ജനം വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു. എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു. വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറീക്കോയുടെ കോട്ടകൾക്ക് 7 ദിവസം വലത്ത് വെച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു. ഇപ്പോൾ ഇസ്രായേൽ ജനത്തിനുണ്ടായ പ്രധാനപ്പെട്ട 1-2 അനുഭവങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അവർ ചെങ്കടൽ കടന്നപ്പോൾ, ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നപ്പോൾ, മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് പുറപ്പാട് പുസ്തകം 14 അധ്യായം 5 മുതൽ 31 വരെ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. വരണ്ട ഭൂമിയായിരുന്നു കടലിന് നടുക്കുകൂടി ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയത്. അതിലൂടെ അവർ നടന്നുപോയി. അതിനെ തുടർന്ന് അവരെ നശിപ്പിക്കാൻ വേണ്ടി ഈജിപ്തുകാർ ഫറവോൻ്റെ നേതൃത്വത്തിൽ വന്നു. പക്ഷെ അവർക്കെന്ത് സംഭവിച്ചു? അവരെ കടൽ വന്ന് വിഴുങ്ങിക്കളഞ്ഞു. അവരുടെ വിശ്വാസം, മോശ പഠിപ്പിച്ചതനുസരിച്ചുള്ള വിശ്വാസം ആഴത്തിലായതുകൊണ്ട് അവരോട് കടലിൻ്റെ നടുക്കൂടി നടക്കാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ അവർ നടന്ന്, അവർ മറുകര കടന്നപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ പിന്നാലെ ഇവരെ ആക്രമിക്കാനായിട്ട് ഈജിപ്തിലെ ഫറവോയും കൂട്ടരും വന്നപ്പോൾ അവർക്ക് എന്നേക്കുമായിട്ട് നാശമുണ്ടായി. ഇസ്രായേൽ ജനം രക്ഷ പ്രാപിക്കുകയും ചെയ്തു. അത് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ദൈവം അവിടെ കാണിച്ചു തരുവാണ്. ഇസ്രായേൽ ജനം മോശ കൽപ്പിച്ചതനുസരിച്ച് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ചെങ്കടലിന് നടുക്കൂടി നടന്നുപോയി. ഈജിപ്തുകാരങ്ങനെയല്ല, അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരോട് പകപോക്കാൻ വേണ്ടിയിട്ട് ചെങ്കടലിന് നടുക്കൂടി വന്നു. പക്ഷേ അവരെ ദൈവം അവരുടെ മനോഭാവം അനുസരിച്ച് അവരെ ആ കെണിയിൽ, കടലിൻ്റെ കെണിയിൽ അകപ്പെടുത്തി കളഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മളും വിശ്വാസത്തോടെ അല്ല ഇങ്ങനെയുള്ള ചെങ്കടൽ പോലുള്ളതായ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവിശ്വാസത്തോടെ ആണെങ്കിൽ നമ്മളും കെണിയിൽ പെടാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമുക്കുണ്ടാകുന്ന ഓരോ ക്രൈസിസുകളും ഇതേപോലുള്ള ഭാരപ്പെട്ടതായ കടൽ കടക്കുന്നത് പോലുള്ള അവസ്ഥയിലുള്ളതായിരിക്കാം. വിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അത് കടന്നാൽ യാതൊരു പോറലേൽക്കാതെ നമുക്കത് കടന്നു പോകാൻ സാധിക്കും. അതല്ല ഈജിപ്തുകാരെ പോലെ പകയുള്ള മനസ്സോടെ, അസൂയുള്ള മനസ്സോടെ, വെറുപ്പ് വിദ്വേഷത്തോടെ കടക്കാൻ ശ്രമിച്ചാൽ അവർ ആ കെണിയിൽ പെട്ടുപോകും. പ്രൈസ് ലോർഡ്. തുടർന്ന് ഇസ്രായേൽ ജനം ജെറീക്കോയുടെ കോട്ടകൾക്ക് 7 ദിവസം വലം വെച്ച് അവർ സ്തുതിച്ച് അട്ടഹസിച്ചവർ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ അട്ടഹസിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ച്? ആ ജെറീക്കോ കോട്ട ഇടിഞ്ഞ് തകർന്നു വീണു. ഇസ്രായേൽ ജനം അത് കയറി കൊള്ളയടിച്ച് അവിടെയുള്ള എല്ലാവരെയും നശിപ്പിക്കാൻ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ദൈവത്തിനെതിരെ പാപം ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു, അതുകൊണ്ട് അത് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ജെറീക്കോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ചന്തസ്ഥലം എന്നാണ്. ഒരു ചന്തസ്ഥലമായിരുന്നു. അപ്പോൾ എന്തെല്ലാം ഇതുകൾ മോശമായ പ്രവൃത്തികൾ അവിടെ ഉണ്ടാവും നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ജോഷുവയുടെ പുസ്തകം 6 അധ്യായം 1 മുതൽ 21 വരെ വായിക്കുമ്പോൾ ജെറീക്കോ കോട്ട തകർത്തതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനം 7 ദിവസം തുടർച്ചയായി അതിന് വലം വെച്ച് ദൈവത്തെ സ്തുതിച്ച് ആർപ്പ് വിളിക്കുമ്പോഴാണ് ആ കോട്ട തകർന്നു വീണു. 7-ാം ദിവസവും തകർന്നു വീണു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെപ്പോലും, ആടുമാടുകളെ അടക്കം
കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം എല്ലാത്തിനെയും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അവർ കൊന്നുകളഞ്ഞു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 33, 34 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ന്യായാധിപന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായകൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ കീഴ്പ്പെടുത്തി. അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി. സംഖ്യാപുസ്തകം 21:26 അമോരി രാജാവായ സീഹോനെയും തുടർന്ന് ബാഷാൻ രാജാവായ ഓഗിനെയും ഇസ്രായേൽ ജനം കീഴടക്കി അവരുടെ രാജ്യങ്ങൾ പിടിച്ചടക്കി. സംഖ്യാപുസ്തകം 21:26, 33, 35 വചനങ്ങളിലുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞത്. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, സിംഹങ്ങളുടെ വായകൾ പൂട്ടി. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6 അധ്യായം 19 മുതൽ 24 വരെ വായിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകൻ സിംഹക്കുഴിയിൽ കിടന്നപ്പോൾ ദൈവദൂതന്മാരെ അയച്ച് സിംഹങ്ങളുടെ വായ കർത്താവ് അടച്ച്. ദാനിയേൽ പ്രവാചകന് ഒരു പോറൽ പോലും സിംഹങ്ങൾ വരുത്തിയില്ല. കാരണം അവരുടെ വിശ്വാസം നിമിത്തമാണ്, ദാനിയേലിൻ്റെ വിശ്വാസം നിമിത്തമാണ് അങ്ങനെ സംഭവിച്ചത്. തുടർന്ന് നമുക്ക് കാണാം, അഗ്നിയുടെ ശക്തി കെടുത്തി. അതും ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3 അധ്യായം 23-28 വരെ വായിക്കുമ്പോഴുള്ള സംഭവമാണത്. ശദ്രക്ക്, മെഷാക്ക്, അബദ്നഹോ എന്ന 3 യുവാക്കൾ നബൂഖദ്നേസറിൻ്റെ കാലത്ത് അവർ രാജാവിൻ്റെ വിഗ്രഹത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ് കുമ്പിടണമെന്ന് പറഞ്ഞപ്പോൾ അവരതനുസരിച്ചില്ല. ആ 3 യുവാക്കൾ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ദൈവത്തെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവരായിരുന്നു. അവർ അതിന് വഴങ്ങിയില്ല. അതുകൊണ്ട് അവരെ പിടിച്ച് വലിയ 49 മുഴം പൊക്കമുള്ള വലിയ അഗ്നികുണ്ഡത്തിലേക്ക് അവരെ എറിഞ്ഞു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3 അധ്യായം 23-28 വരെ വായിക്കുമ്പോൾ ആ സംഭവം നമുക്ക് കാണാം. അവരതിനകത്ത് വീണ് കഴിഞ്ഞപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു ദൂതൻ ആ അഗ്നികുണ്ഡത്തിലേക്ക് വരികയും അവർക്കവിടെ സുഖമായ കാലാവസ്ഥ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അവർക്കൊരു പൊള്ളൽ പോലും ഏറ്റില്ല. അഗ്നിയുടെ ഗന്ധം പോലും അവരെ ഏറ്റില്ലെന്നാണ്. കാരണം പുകയുടെ ഗന്ധം പോലും അവർക്കുണ്ടായില്ലെന്നാണ് വചനത്തിൽ പറയുന്നത്. കാരണം അത്രയ്ക്ക് സുരക്ഷിതരായിരുന്നവർ ആ അഗ്നികുണ്ഡത്തിന് നടുവിൽ. അവരെ അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞ് രാജാവിൻ്റെ ദൂതന്മാർ കത്തിക്കരിഞ്ഞു പോയി. പക്ഷേ ഇവർക്കൊന്നും സംഭവിച്ചില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ വന്നാൽ നമുക്കും അതുപോലുള്ള അനുഭവങ്ങളുണ്ടാകും. തുടർന്ന് നമുക്ക് കാണാം, വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് ദാവീദിനെ കുറിച്ചാണ് പറയുന്നത്. 1 സാമുവേൽ 19 അധ്യായം 8 മുതൽ 17 വരെ വായിക്കുമ്പോൾ സാവൂൾ രാജാവിൻ്റെ വാൾമുനയിൽ നിന്ന് ദാവീദിനെ ദൈവം രക്ഷിക്കുന്നു. അടുത്തത് ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. എന്താണ് ബലഹീനത? ദാവീദ് ബാലനായിരുന്ന കാലത്ത് ഗോലിയാത്ത് എന്ന് പറയുന്നൊരു മല്ലനെ ദൈവശക്തിയാൽ കീഴ്പ്പെടുത്തുന്നുണ്ട്. അവനെ കൊന്ന് അവൻ്റെ കഴുത്ത് വെട്ടിക്കൊണ്ടുപോരുന്നുണ്ട്. അത് 1 സാമുവേൽ 17 അധ്യായം 41 മുതൽ 51 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് യുദ്ധത്തിൽ ശക്തന്മാരായി വിദേശ സേനകളെ കീഴ്പ്പെടുത്തി. തുടർന്നുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വിദേശ സേനകളെല്ലാം ദാവീദ് കീഴ്പ്പെടുത്തുന്നത് നമുക്ക് അമോര്യരെ, ഫിലിസ്തീനെ, ഇതുപോലുള്ള ഒരുപാട് വിദേശ സേനകളെല്ലാം ദാവീദ് കീഴ്പ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം വിശ്വാസത്തിൽ നിന്നാണ് അവർക്ക് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചത്. മുൻപറഞ്ഞ സംഭവങ്ങളെല്ലാം ഈ പറഞ്ഞ ദാവീദിൻ്റെയും ഇസ്രായേൽ ജനത്തിൻ്റെയും മോശയുടെയും എല്ലാം അങ്ങേറ്റത്തെ വിശ്വാസത്തിൽ നിന്നുണ്ടായ അത്ഭുത സംഭവങ്ങളാണ്. ഹെബ്രായ ലേഖനം 13 അധ്യായം 7, 8 വചനങ്ങൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിലെ വിശ്വാസികളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്.
നമുക്കതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. ഹെബ്രായർ 13 7, 8, 11. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാർ. ഈ നേതാക്കന്മാർ ആരൊക്കെയാണ്? ഗലാത്യർക്കുള്ള ലേഖനം 2-ാം അധ്യായം 9-ാം വചനത്തിലാണ് ആ നേതാക്കന്മാരെ കുറിച്ച് പറയുന്നത്. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും. കേപ്പ എന്ന് പറഞ്ഞാൽ പത്രോസ്ലിയ. യാക്കോബും കേപ്പായും യോഹന്നാനും അവരുടേതായ വിശ്വാസം നമ്മൾ അനുകരിക്കുമെന്ന് തന്നെയാണ് സ്ലീഹ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. കാരണം അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 40 മുതൽ 42 വചനത്തിൽ പറയുന്നുണ്ട്. പ്രധാന പുരോഹിതന്മാരും അനുചരന്മാരും അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ച് പോകരുതെന്ന് കൽപ്പിച്ചു. അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്ന് യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. അപ്പോൾ ഇതായിരുന്നു ഈ പറഞ്ഞ യാക്കോബിൻ്റെയും പത്രോസിയുടെയും യോഹന്നാൻ്റെയും ജീവിതചര്യ. ഇത് കണക്കിലെടുത്തുകൊണ്ട് വേണം ക്രിസ്ത്യാനികളായ നമ്മളും ചെയ്യേണ്ടത്. കർത്താവിന് വേണ്ടി പീഡ സഹിക്കേണ്ടതായിട്ട് വരും. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, സുവിശേഷം അനുസരിച്ച് ജീവിക്കുമ്പോൾ പീഡനങ്ങളുണ്ടാവും. മറ്റുള്ളവരിൽ നിന്ന് പ്രഹരമേൽക്കേണ്ടി വരും. ആ ജീവിതചര്യ നമ്മൾ അനുകരിക്കുമ്പോഴാണ് യേശുവിനെക്കുറിച്ചുള്ള ആ വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടുന്നത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇന്നലെ എന്ന് പറഞ്ഞാൽ യഹോവയായിരുന്ന കാലാവസ്ഥയിൽ യേശു ക്രിസ്തു യഹോവയായിരുന്നു. പഴയ നിയമത്തിൽ യഹോവയായിട്ടാണ് ഇസ്രായേൽ ജനത്തെ എല്ലാ വിധത്തിലും സഹായിച്ചുകൊണ്ടിരുന്നത്. പുതിയ നിയമത്തിലായപ്പോൾ ഇന്ന് എന്ന് പറയും. പുതിയ നിയമത്തിൽ പുത്രനായ യേശു ക്രിസ്തുവായി ഇവിടെ പ്രത്യക്ഷനായി. പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പും എന്ന നരകത്തിൽ നിന്ന് ത്രാണകം ചെയ്യുന്നവൻ. ഭൂമിയാകുന്ന നരകത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും, അതായത് നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷമാകുന്ന ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പുത്രനായി യഹോവയായ യേശു ക്രിസ്തു ഇവിടെ പ്രത്യക്ഷനായത്. പും എന്ന നരകം എന്ന് പറയുന്നത് പിശാചിൻ്റെ അതിപ്രസരമാണ് ഭൂമിയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പേര് വന്നത്. അതിൽ നിന്ന് രക്ഷിക്കുന്നവനായതുകൊണ്ടാണ് പുത്രൻ. ത്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രാണകം ചെയ്യുന്നവൻ എന്നർത്ഥം. എന്നും ഒരാൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ സുവിശേഷം 8:24, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യേശു യഹോവയാണെന്ന് നമ്മൾ വിശ്വസിച്ചില്ല എങ്കിൽ, അതായത് ദൈവമാണെന്ന്, യേശു ദൈവമാണെന്ന് നമ്മൾ വിശ്വസിച്ചില്ല എങ്കിൽ നമ്മൾ നമ്മുടെ പാപത്തിൽ മരിക്കും. കാരണം ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഐ ആം ഹൂ ഐ ആം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്നാണ് അതിന് പറയുന്നത്. യഹോവയായ ദൈവം യേശു ക്രിസ്തുവായി ഇവിടെ പുത്രനായി പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് യേശു ഇവിടെ നിന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവായിട്ട് നമ്മുടെ കൂടെ ഇപ്പോൾ വസിക്കുകയാണ്. മുൻ പറഞ്ഞ യഹോവ തന്നെയാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു തന്നെയാണ് പന്തക്കുസ്താ തിരുനാളിന് വാഗ്ദാനപ്രകാരം നമ്മളിലേക്ക് വന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളെല്ലാം മറ്റൊരു ക്രിസ്തുവായി മാറുകയാണ് അവർ. വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന്. അങ്ങനെ അവരിന്ന് സമൂഹത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെയാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായിട്ട് ഇവിടെ കാണപ്പെടുന്നത്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. മുൻ പറഞ്ഞ വചനങ്ങൾ അതിനെതിരായിട്ട് പ്രചരിപ്പിക്കുന്ന പല ശക്തികളും വ്യക്തികളും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ആ പറയുന്ന മനുഷ്യരിൽ വിശ്വസിക്കരുത്, പ്രത്യാശ വയ്ക്കരുത് എന്ന് ദൈവവചനം പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. യേശയ പ്രവചനം 2-ാം അധ്യായം 22-ാം വചനം, മനുഷ്യനിൽ ഇനി വിശ്വാസം അർപ്പിക്കരുത്, കാരണം അവനൊരു ശ്വാസം മാത്രം, അവൻ എന്ത് വിലയുണ്ട്. സങ്കീർത്തനം 62:9 പറയുന്നു, മർത്യനൊരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്.
തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണെന്ന്. ശ്വാസം മീൻസ് ആത്മാവ്. ഒരു ആത്മാവിൻ്റെ വിലയില്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കൂടി ഒരു തട്ടിലിരുന്നാൽ, ഒരു ആത്മാവ് ഇപ്പുറത്തിരുന്നാൽ. അത്രയേറെ ദൈവം വിലമതിക്കുന്നുണ്ട് ഒരാത്മാവിന്. നമ്മളത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. സങ്കീർത്തന പുസ്തകം 146 3 മുതൽ 6 വരെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രരിൽ ആശ്രയം വയ്ക്കരുത്. അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്ന് അവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു. യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ, തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അവിടെ നിന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയുടെ സമസ്തവും സൃഷ്ടിച്ചത്. ദൈവം എന്നേക്കും വിശ്വസ്തനാണ്. നമുക്കതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. മനുഷ്യപുത്രരിൽ ആശ്രയം വയ്ക്കരുത് എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 32:10 നമ്മൾ എന്തിനാണ് ആശ്രയിക്കേണ്ടത്, ആരുടെ സ്നേഹവലയത്തിലാണ് നമ്മൾ നിലനിൽക്കേണ്ടതെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ കർത്താവിൻ്റെ സ്നേഹം വലയം ചെയ്യും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ കർത്താവിൻ്റെ സ്നേഹവലയത്തിലാണോ എന്ന് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. തുടർന്ന് പറയുന്നത്, ദൈവമാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയുടെ സമസ്തവും സൃഷ്ടിച്ചത്. ദൈവം എന്നേക്കും വിശ്വസ്തനാണ്. 2 സാമുവേൽ 22:26 ഇങ്ങനെ പറയുന്നു. വിശ്വസ്തനോട് ദൈവം വിശ്വസ്തത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു. സങ്കീർത്തനം 89:2 പറയുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണെന്ന്. അപ്പോൾ ദൈവം ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സമുദ്രവും എല്ലാം സൃഷ്ടിച്ചവനാണ്. ദൈവം എന്നേക്കും വിശ്വസ്തനുമാണ്. ദൈവം എങ്ങനെയുള്ളവരാണ് വിശ്വസ്ത കാണിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. 2 സാമുവേൽ 22:26 പറഞ്ഞത് വിശ്വസ്തനോട് ദൈവം വിശ്വസ്തത പുലർത്തുന്നു. നമ്മൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മളോട് വിശ്വസ്തമായി പെരുമാറും. നമ്മൾ നിഷ്കളങ്കനായിരുന്നാൽ നിഷ്കളങ്കനായ ദൈവം നമ്മളോട് പെരുമാറും. അതിൽ നേരെ തിരിച്ചാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ വിശ്വസ്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, സ്തുതിക്കേണ്ടത്, വണങ്ങേണ്ടത്, അനുകരിക്കേണ്ടത്, അനുവർത്തിക്കേണ്ടത്. അല്ലാതെ മനുഷ്യ മക്കളിൽ പ്രത്യാശ വെച്ച് ആശ്രയം വെച്ച് നമ്മൾ ജീവിക്കരുത്. തുടർന്ന് കേട്ട വചനങ്ങളിൽ നമ്മുടെ യേശുവിനെ വിശ്വസിച്ച നമ്മളോട് കർത്താവായ യേശു പറയുന്നൊരു ഉപദേശമുണ്ട്. യോഹന്നാൻ 8:31 തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ്. വചനത്തിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? വചനത്തിനനുസരിച്ച് ജീവിതം നയിക്കുമ്പോഴാണ് നമുക്ക് വചനത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഹെബ്രായ ലേഖനം 4:7 ദൈവം ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ദൈവം മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു, ഇന്നെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ ദാവീദിലൂടെ കർത്താവ് അരുളിച്ചെയ്യുവാണ്, ദൈവത്തിൻ്റെ സ്വരം നമ്മൾ ശ്രവിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ച് ദൈവാത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ദാവീദിലൂടെ കർത്താവ് അരുളിച്ചെയ്യുവാണ്. അല്ലാതെ നമ്മൾ ഹൃദയം കഠിനമാക്കി ജീവിച്ചാൽ, മനസ്സ് തിരിയാതെ ജീവിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 7-ാം അധ്യായം 11, 12, 13 വചനങ്ങളാണ് ഇങ്ങനെ പറയുന്നത്. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന് ദിനം പ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ്. മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ ദൈവം വാളിന് മൂർച്ച കൂട്ടും. അവിടുന്ന് വെല്ലുകൊലച്ച് ഒരുങ്ങിയിരിക്കുന്നു. ദൈവം തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ചിലർ ന്യായീകരിക്കാറുണ്ട്. ദൈവം കഠിന ഹൃദയനൊന്നുമല്ല, ദൈവം കാരുണ്യവാനാണ്. ദൈവം അങ്ങനെ എല്ലാവരും ക്ഷമിക്കുന്നവനാണ്. നമ്മൾ പറയുന്നതിൽ കഴമ്പൊന്നുമില്ല എന്ന് പറയുന്ന
ചില സഹോദരങ്ങളുണ്ട്. അതിന് റോമാലേഖനം 11 അധ്യായം 22 വിശുദ്ധ പൗലോസ് മറുപടി തരുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിൻ്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും ദൈവം കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ച് നീക്കപ്പെടും. കാരണം കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുകയാണ് മക്കളെ. 119 സങ്കീർത്തനം 64 വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവെ ഭൂമി അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 33:5 പറയുന്നുണ്ട് തന്നെ, കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനങ്ങളിലൂടെ കർത്താവ് അരുളിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പിന്നെയും കാരുണ്യത്തിന് വേണ്ടി നിലവിളിക്കുക. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന കാരുണ്യം കൊണ്ടൊന്നും നമ്മൾ തൃപ്തരല്ല. ദൈവം തരുന്ന കാരുണ്യം കൊണ്ട് നമുക്ക് തൃപ്തിയില്ല. അതുകൊണ്ട് ബോധപൂർവം ഈ കാരുണ്യത്തെ മറന്നുകൊണ്ട് ദൈവത്തോട് നമ്മൾ മറുതലിച്ച് ജീവിക്കുകയാണ്. യഥാർത്ഥ ദൈവവിശ്വാസി ആണെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കാരുണ്യത്തെ മനസ്സിലാക്കി ദൈവഹിതം എന്തെന്ന് ദൈവവചനത്തിലൂടെ ബോധ്യപ്പെട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ദൈവവിശ്വാസിയാണെന്ന് ദൈവത്തിന് ബോധ്യം വരികയും ദൈവം നമ്മെ വിശ്വസിക്കുകയും ചെയ്യും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളൊരു പ്രത്യേക ഉപദേശം തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 10 അധ്യായം 37, 38, 39 വചനങ്ങളാണത്. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. അവൻ താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ഈ പൗലോസ് പറഞ്ഞ ഉപദേശം നമ്മൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടതാണ്. നീതിമാനായിട്ട് ജീവിച്ചാൽ വിശ്വാസം മൂലം നമുക്ക് ഈ ലോകം കടന്നു പോകാൻ പറ്റും. ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടുകയും ചെയ്യും. അതിൽ നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രസാദിക്കില്ല. ദൈവദാനങ്ങൾക്ക് നമ്മൾ അയോഗ്യരായിട്ട് തീരും. ദൈവദാനങ്ങൾ നമുക്ക് ദൈവം തരില്ല. അപ്പോൾ അങ്ങനെ പിന്മാറി അവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല നമ്മൾ. വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മളെന്നാണ് പൗലോസ് പറയുന്നത്. ഇതിനെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ ക്ലാസ് നമ്മളേതാണ്ട് 10 എപ്പിസോഡുകളായി എടുക്കുന്നത്. അടുത്ത ക്ലാസ് പ്രത്യാശയുടെ വചനങ്ങളിൽ നമ്മൾ വേറെ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്. ഇത്രയും കേട്ട നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന വിശ്വാസികളായി മാറാതെ വിശ്വസ്തതയിൽ അടിയുറച്ച് ദൈവത്തിന് ബോധ്യം വരുന്ന വിശ്വാസികളായി ഞങ്ങളെ ഉണർത്തണമേ. ഇതിനെതിരായി ഞങ്ങളുടെ അജ്ഞതയുടെ കാലത്ത് വന്നുപോയ ദൈവവിശ്വാസത്തിൽ നിന്നല്ലാതെ പ്രവർത്തിച്ച എല്ലാ പാപങ്ങൾക്കും ഞങ്ങൾ കണ്ണീരോടെ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണേ സർവശക്ത. ശിക്ഷിക്കരുതേ, രക്ഷിക്കണമേ, കരുണയായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ജീവിച്ചു വാഴുന്ന സർവശക്തനും അനന്ത കരുണാനിധിയുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സമാധാനവും സൗഖ്യവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ.